വയനാട് എം പി പ്രിയങ്ക വാദ്രയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസാണ് ഹർജിക്കാരി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രിയങ്ക വാദ്ര സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് ആക്ഷേപം. വയനാട് MP പ്രിയങ്ക വാദ്രയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രിയങ്ക വാദ്ര സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാന ആക്ഷേപം. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ച നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ഹർജിയിൽ വാദം ഉന്നയിച്ചിട്ടുണ്ട്. റോബർട്ട് വാദ്രയുടെ പേരിലുള്ള മറ്റ് രാജ്യങ്ങളിലെ സ്വത്തുക്കളുടെ വിവരങ്ങളും നൽകിയിട്ടില്ല. വയനാട് ജില്ലാ കളക്ടർ മുൻപാകെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തനിക്ക് 11.98 കോടി രൂപയുടെ ആസ്തിയുള്ളതെന്നാണ് പ്രിയങ്കയുടെ വെളിപ്പെടുത്തൽ. ഭർത്താവ് റോബർട്ട് വാദ്രയുടെ ആസ്തി 65.55 കോടി രൂപയാണെന്നും സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി രാജിവെച്ച് മണ്ഡലത്തെ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നവ്യ ഹരിദാസ് ആരോപിച്ചു. വളരെ ഗൗരവത്തോടു കൂടി എടുത്തുകൊണ്ട് ഈ കേസ് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ടും ഈ ഒരു കേസ് മുൻപോട്ട് പോവുക തന്നെയാണ്. ശ്രീ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് രാജിവെച്ച് പോകുന്നു, വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയാണ്. അതേ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള നിലമ്പൂരും ശ്രീ അൻവർ രാജിവെച്ചു. ഒരു 5 മാസക്കാലത്തോളമായിട്ട് നിലമ്പൂര് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന മേഖല അത് സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസാമാസം തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക്, നിർബന്ധിത തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയും ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട വികസന പ്രവർത്തനങ്ങൾ അത് തടയിട്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ജനം, കൊച്ചി.